ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങൾ കരിഞ്ഞ കേക്കാണെന്ന്, പക്ഷെ അല്ല, അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു അടിപൊളി, ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് വീഡിയോയിൽ കട്ടായി പോയതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അമൃതപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി അരിച്ച് മാറ്റി വെച്ച അമൃതപ്പൊടിയുടെ മിക്സ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കരിഞ്ഞു പോയ ഭാഗം കാണിക്കുന്നത്. അത് കരിഞ്ഞു പോയതല്ല, ഇത് കാരമലൈസ് ചെയ്ത പഞ്ചസാരയാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ കൂടെ ആ ഒരു കാരമലിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടുമ്പോൾ ഒന്നുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച കേക്കിൻ്റെ ബാറ്റർ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 45 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. മിനിറ്റിന് ശേഷം നമ്മൾ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ അമൃതപ്പൊടി ആണോ എന്ന് വരെ നമ്മൾ ആലോചിച്ച് പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ആ ഒരു കാരമലിൻ്റെ ടേസ്റ്റും കേക്കിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ അമൃതപ്പൊടി വീട്ടിലുള്ളവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.